പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എത്ര നിർബന്ധിച്ചാലും എനിക്ക് കല്യാണം വേണ്ട എന്ന നിലയിലാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. എല്ലാവർക്കും കർത്താവായ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്നേഹവന്ദനം. ഒരമ്മ വളരെ വേദനയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം അവരുടെ കുഞ്ഞിനൊരു നല്ല പ്രപ്പോസൽ വന്നത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞ ചില വാക്കുകൾ കേട്ട് അവർ മാനസികമായിട്ട് തകർന്നു പോയിട്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എനിക്കൊട്ടും പറ്റുന്നില്ല പാസ്റ്റർ, എൻ്റെ കുഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു, കല്യാണം ഇത്ര അഴുക്ക് കാര്യമാണോ? ഞാനത് എത്ര പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അത് കയറുന്നില്ല. ഞാൻ അവരെ സമാധാനിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ തീരുമാനത്തിലേക്ക് പോകുന്നത്? അപ്പം അവരെന്നോട് ചോദിച്ചത്, എൻ്റെ കൊച്ചിന് മേൽ എന്തെങ്കിലും ബാധയുണ്ടോ, എന്തെങ്കിലും പൈശാചിക ശക്തികളകത്ത് കയറിയിരുന്ന് ഈ കല്യാണം വേണ്ട എന്ന് പറയിപ്പിക്കുന്നതാണോ, അതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പറയാവോ എന്നൊക്കെ ചോദിച്ചാണ് അവർ വേദനയോടുകൂടെ വിളിച്ചത്. ഒരു വിധി പറയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് വ്യക്തമായി ഉള്ളിൽ കയറണമെന്ന് എല്ലാ പേരൻസിനും. കാരണം ഇതിനകത്ത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് മനുഷ്യരെ ഈ കഴിഞ്ഞ നാളുകളിൽ കാണുകയും സംസാരിക്കുകയും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരുപാട് വിവാഹങ്ങൾ നടക്കുകയും പല കല്യാണങ്ങൾ ആശീർവദിക്കുകയും ഒക്കെ ചെയ്തൊരു ദൈവദാസൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലെ ജനറേഷൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഭാവിപരമായ പദ്ധതിയേക്കാൾ ഉപരിയായി ഒരു നല്ല നിലയിൽ എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ മനസ്സിൽ നിന്നുള്ളത്. തങ്ങൾ പഠിച്ചു, തങ്ങൾക്ക് ഒരു നല്ല കരിയർ ഉണ്ടാകണം, അതിനു വേണ്ടിയുള്ള ഒരു ഫോക്കസിങ്ങിലാണ് ഒരുപാട് തലമുറകളായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് പെട്ടെന്നൊരു കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയും, ഞാൻ പഠിക്കട്ടെ, ഇതൊന്ന് കഴിയട്ടെ, ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കും, ഇനി എന്തെങ്കിലും പ്രണയബന്ധം ഉണ്ടോ, അതുകൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, അത്രമാത്രം തങ്ങളുടെ ഭാവിപരമായ ലക്ഷ്യങ്ങളിൽ ഒരു ഉന്നതിയിലെത്താൻ, ഒരു പദവിയിലെത്താൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു കൃത്യമായി ആ ഒരു കാര്യത്തിലേക്ക് ഫോളോ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബം, കുട്ടി, പരാധീനത തുടങ്ങിയ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ ഭാവി ഒരു മേഖലയിൽ സെറ്റ് ചെയ്യണമെന്നുള്ളതായ ഒരു താല്പര്യമാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ളതായ വിവാഹങ്ങൾ കഴിഞ്ഞവരുടെ അവസ്ഥ. ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പത്തനംതിട്ട 2 കുടുംബ കോടതികളാണെന്ന്. വിവാഹം കഴിഞ്ഞവർക്കതിൽ ഒത്തുപോകാൻ കഴിയാത്ത നിലയിൽ ഇതിങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുക ഓരോ ദിവസവും. ഈ വിവാഹബന്ധങ്ങൾ പരിസരങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തകരുകയും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ കാണുകയും കൂടെ ചെയ്യുമ്പം ഇതിനോട് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന യുവതലമുറയുടെ മനസ്സിൽ വലിയൊരു പേടിയാണുള്ളത്. കാരണം ഞങ്ങൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ചെന്നിട്ട് ഒരു അടിയും പിടിയും ബഹളവുമായിരിക്കുമോ ദൈവമേ എൻ്റെ ജീവിതത്തിന് വരാൻ പോകുന്നത്. ഇങ്ങനെ തങ്ങൾക്കുള്ളൊരു ഭയം അവർ മൂടി വെച്ചുകൊണ്ട് പലപ്പോഴും കല്യാണത്തിലേക്ക് കടക്കാതെ അവർ പലപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കും. പെൺകുട്ടികളാണെങ്കിൽ അവർ ഇച്ചിരി ശാന്തത ആഗ്രഹിക്കുന്നവർ, ആൺപിള്ളേരും പെൺപിള്ളേരും ശാന്തത ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ കൂടിയും അവരുടെ ഒരു കാഴ്ചപ്പാടിനനുസൃതമായിട്ട് ഒരുപക്ഷെ അവരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവരെ കെയർ ചെയ്യാത്ത ഒരാളെ ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയിൽ നീ എൻ്റെ അടിമയാണെന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പങ്കാളികളെ ആർക്കും ഒരിക്കലും ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പം പുറമേ ആദ്യം ചക്കരയും തേങ്ങയും പോലെയൊക്കെ ഇരുന്നാലും അകത്തോട്ട് ചെല്ലും തോറും ഇത് വല്ലാതെ മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതായ ഒരു ആങ്സൈറ്റി, പലപ്പോഴും ഇത്തരം പേടി നമ്മുടെ തലമുറകൾ കല്യാണത്തിൽ നിന്നും മാറുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുന്നുണ്ട്. അവർക്ക് അതിലേക്ക് പോകാനുള്ളൊരു പേടിയാണ് ഈ വിഷയത്തിലുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ജീവിത ചെലവുകൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കൂടുതലാണ്. പണ്ടത്തെ പോലെയല്ല. ഒരു രോഗം വന്നാൽ അതിനുവേണ്ടി ചിലവഴിക്കപ്പെടേണ്ടത്, ഒരു യാത്രയ്ക്കിറങ്ങിയാൽ പെട്രോൾ മുതലുള്ളതായ കാര്യങ്ങൾ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു നിലയിലല്ല ഇന്നത്തെ ഒരു കാര്യം. അപ്പം പലപ്പോഴും ഈ നമ്മുടെ രാജ്യത്ത് ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റാനുള്ളതായ ഒരു വരുമാനം അവർക്കൊരു പക്ഷേ കിട്ടണമെന്നില്ല. അപ്പോൾ തന്നെ അവർക്ക് അവരുടെ പാരൻസിനെ നോക്കണം, കുടുംബത്തിൻ്റെ കാര്യം നടത്തണം, തങ്ങളുടെ കാര്യം നോക്കണം, തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇതിൽ സേവ് ചെയ്യണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഫിനാൻസ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ളതായ ഒരു ആശങ്ക അവരുടെ ജീവിതത്തിൽ, ഒരു കല്യാണത്തിലേക്ക് ഇറങ്ങി ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതായ ഒരു നിലയിലുള്ളതായ ഒരു പേടി അവരുടെ ഉള്ളിൽ വല്ലാതെ ഒരു ആശങ്കയെ ഉടലെടുക്കും.
നിങ്ങളെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കല്യാണം കഴിക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇനി ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് എന്നാ കാണിക്കാനാണെന്ന് പിള്ളേർ വാ തുറന്ന് ചോദിക്കും. ഇതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ തലമുറകളെ എത്തിക്കാൻ കഴിയാത്തിടത്തോളം അവരെ വിവാഹത്തിലേക്ക് നമ്മൾ കൈപിടിച്ചിറക്കാൻ ശ്രമിക്കും തോറും അവർ പുറകോട്ട് മാറുകയുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം ഗ്രൗണ്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് ഒരു എൻ്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് ആ വ്യക്തി പറഞ്ഞൊരു കാര്യം, പക്ഷേ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, പപ്പയും മമ്മിയും എല്ലാം ഓക്കെയാണ്, എനിക്കും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല പാസ്റ്ററെ. പുള്ളി പറഞ്ഞ കാര്യം, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു കല്യാണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് നമ്മൾ കണ്ടെത്തുന്ന ആൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയേക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ, ഇനി അതുമല്ല നമ്മളുടെ കാഴ്ചപ്പാടിനും സ്വപ്നത്തിനും ഒത്ത ഒരു പങ്കാളി അല്ല കിട്ടുന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇത്രയും കാലത്തെ സമാധാനം ഒരു നരകമായി പോകത്തില്ലേ? ആ ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമാണ്. അതായത് ശരിയായ പങ്കാളിയെ കിട്ടില്ല എന്നുള്ളതായ ഒരു ചിന്ത. ഞാൻ ആഗ്രഹിച്ചിറങ്ങുന്ന എൻ്റെ ഒരു കുടുംബജീവിതം, ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന എൻ്റെ മാരേജ്, ഇതിനകത്തേക്ക് ഞാൻ പോകും തോറും ദൈവമേ എനിക്ക് ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല പാർട്ട്ണറെ അല്ല കിട്ടുന്നതെങ്കിൽ എൻ്റെ ഈ യൗവനകാലം മുതൽ പിന്നെ മുന്നോട്ടുള്ളതായി എൻ്റെ ജീവിതം ഒരു നരകമായി പോകത്തില്ലേ? ഈ ഒരു ചിന്ത ഒത്തിരി പേരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ കേൾക്കുന്ന ഒരുപാട് കുട്ടികൾ അവരുടെ മാതാപിതാക്കളോട് പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് യൗവനക്കാർ സ്വയം ചിന്തിക്കുന്ന ഒരു ചിന്തയായിരിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ചിലർ ഈ ആടിപ്പാടി ഓടി നടക്കുന്ന സ്വഭാവക്കാരാണ്. അപ്പം അവർക്ക് സ്പോർട്സിനോട്, കലാകായിക രംഗത്തോട്, യാത്രകളോടൊക്കെ ഭയങ്കരമായ ക്രേസ് ഉണ്ട് ഇന്നത്തെ പല ജനറേഷനും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫ്രണ്ട്സ് വളരെ പ്രധാനപ്പെട്ടവരാണ്, യാത്രകൾ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സ്വാതന്ത്ര്യമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളൊരു മേഖല. അപ്പോൾ ഒരു വിവാഹത്തിലേക്ക് കടക്കും തോറും ഈ സ്വാതന്ത്ര്യം എവിടെയെങ്കിലും ഘനീഭവിച്ചു പോകുമോ, എൻ്റെ ഫ്രീഡം എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നൽ അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കല്യാണത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് മാറാനുള്ളൊരു പ്രേരണയായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് വിവാഹത്തിന് മാതാപിതാക്കളെ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ഞാനിനി പറയുന്നതാണ്. ഇത് കേട്ട് മാതാപിതാക്കൾക്ക് എന്നോട് ദുഃഖമൊന്നും ഉണ്ടാകരുത്. നിങ്ങളുടെ വിവാഹബന്ധം, നിങ്ങളുടെ കുടുംബജീവിതം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊട്ടും മാതൃകയല്ല എങ്കിൽ ഇതുപോലൊരു തല്ലിപ്പൊളി ഏർപ്പാട് വേറെ ഇല്ല എന്നുള്ളത് ഈ ജീവിതം കൊണ്ട് അവർ ഹൃദയത്തിൽ ഉറച്ചിരിക്കും. സ്വന്തം ഭാര്യയെ അംഗീകരിക്കാത്ത, സ്വന്തം ഹസ്ബൻഡിനെ അംഗീകരിക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും അടിയും ബഹളവുമായി പോകുന്ന ഒരു കുടുംബജീവിതത്തിനകത്ത് ജനിച്ച് വളർന്നൊരു കുട്ടിയോട് മോനെ കല്യാണം കഴിക്കും, മോളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ എന്തിനാ എന്ന് തിരിച്ചൊരു ചോദ്യം കൊണ്ട് ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ പുറകിൽ ഇത്രയും കാലം അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സകലവിധമായ സങ്കടങ്ങളുടെയും സത്തുണ്ടായിരിക്കും. ഇത്രയും കാലത്തെ കണ്ണുനീര് പിഴിഞ്ഞെടുത്തതിൻ്റെ ആകത്തുകയാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വസ്ഥത നൽകുന്നത് മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടത് പാരൻസാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതമോ നല്ലൊരു സാഹചര്യമോ ഒരുക്കി കൊടുക്കാതെ നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിങ്ങൾ തമ്മിൽ തല്ലിയിട്ട് അത് കണ്ട് വളരുന്നൊരു കുഞ്ഞിനോട് അനുഗ്രഹീതമായ കുടുംബജീവിതം എന്ന് പറഞ്ഞ ഉപദേശവുമായി നമ്മൾ അവരുടെ മുമ്പിൽ പോയി നിന്നാൽ ഒരിക്കലും അത് വിലപ്പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, വിരക്തിയോടുകൂടെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലയിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന തലമുറകളെ അതിലേക്ക് സ്നേഹത്തോടും പ്രാർത്ഥനയോടും അനുനയിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കൾ ആദ്യം കുടുംബജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി വൈകിപ്പോയെങ്കിലും സ്നേഹിച്ച് തുടങ്ങണം, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് തുടങ്ങണം. ഒരു ദിവസമെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ദമ്പതികളായിട്ട് ജീവിക്കണം. ആ ജീവിക്കുമ്പോൾ ആ ഒരു മാറ്റം അവരുടെ ഹൃദയത്തിനകത്ത് ചെറിയ ചേഞ്ചസൊക്കെ ഉണ്ടാക്കും, സ്വാധീനങ്ങൾ ചെലുത്തും. പിന്നെ മാതാപിതാക്കൾ ഒഴിവാക്കേണ്ടതായ ചില തെറ്റുകളെക്കുറിച്ച് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. എപ്പോഴും കുട്ടികൾ വിവാഹം കഴിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട മാതാപിതാക്കളുടെ കാരണമെന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ അനേകരോട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കുട്ടികൾ സേഫ് ആണോ എന്നുള്ള ചിന്തയേക്കാൾ ഉപരി നമ്മുടെ യൗവനക്കാർക്കൊരു നല്ല ലൈഫ് ഉണ്ടാകണം എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ അതീതമായിട്ട് ബന്ധുക്കൾ
അവരുടെ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, പെങ്ങളുടെ പിള്ളേരെ കെട്ടി, അല്ലെങ്കിൽ അനിയൻ്റെ പിള്ളേരെ കെട്ടി, അവർ കെട്ടി, ഇവർ കെട്ടി. ഈ നമ്മുടെ കൊച്ചിൻ്റെ മാത്രം നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവരുടെയും ഇവരുടെയും വിവാഹം കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ്. രണ്ടാമത്തെ കാര്യം, അയ്യോ അവരുടെ കല്യാണത്തിന് പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ ഇനി അവർ ചോദിക്കും നിൻ്റെ കല്യാണം വന്നാൽ, നിൻ്റെ കൊച്ചിൻ്റെ കല്യാണമായോ, ഞാൻ എന്ത് മറുപടി പറയും, ബന്ധുക്കൾ എന്ത് പറയുമെന്നുള്ളതായ ഒരു ചിന്ത, അവർ എങ്ങനെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുമെന്നുള്ളതായ ഒരു സാഹചര്യം, ഇതാണ് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ബലമായിട്ട് വിവാഹത്തിലേക്ക്, ആലോചനകളിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാണ്. സമൂഹത്തിൻ്റെ പേരിൽ അവരെ ഒരിക്കലും നിർബന്ധിതമായ ഒരു ചുമതലയിലേക്ക് പെട്ടെന്ന് തള്ളിവിടരുത്. അവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് നമ്മുടെ അടുക്കൽ ഏറ്റവും സ്വാതന്ത്ര്യമുണ്ട്. അവർ മറ്റുള്ളവർ കല്യാണം കഴിച്ചു എന്ന് കരുതി ഇവരിപ്പോൾ അതിനുവേണ്ടി മാനസികമായിട്ട് ഒരുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ മകൾ അതിനുവേണ്ടി പാകപ്പെട്ടിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ മകൻ അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എങ്കിൽ ഒരിക്കലും അവരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവർക്ക് അതിൻ്റേതായ ഒരു ഒരുക്കത്തിലേക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങി വരട്ടെ. അതിനുവേണ്ടി അവരുടെ ഒപ്പം നിന്ന് സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനാണ് തയ്യാറാകേണ്ടത്. പിന്നെ അടുത്തത്, ചിലർ സാമ്പത്തികമായിട്ട് നല്ല ഒരു സംവിധാനമുള്ള, നല്ല സൗണ്ട് സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നൊരു പ്രപ്പോസൽ വന്നു കഴിയുമ്പം പെട്ടെന്ന് അവിടെ കുട്ടികളുടെ അഭിരുചികളെക്കാൾ അപ്പുറത്ത് സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരികയാണ്. ആ സാമ്പത്തികം ഒരു പ്രശ്നം, ഒരു ചിന്തയായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നീട് ഒരു കരാർ അങ്ങ് ഉറപ്പിക്കുകയാണ്. മക്കളെ അടിച്ചേൽപ്പിക്കുകയാണ്, ഇതിനകത്ത് നീ പോകണം, നിനക്കിതിനകത്തേക്ക് പോയാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഒരു മാതാപിതാക്കളുടെ ഒരു കൺസേൺ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല സാമ്പത്തിക അടിത്തറയുള്ള കുടുംബത്തിൽ നിന്ന് നല്ലൊരു വിവാഹാലോചന കിട്ടിയാൽ അത് നല്ലത് തന്നെ, അത് ശരി തന്നെ. പക്ഷേ പൊരുത്തപ്പെടാൻ പ്രയാസമുള്ളൊരു ബന്ധത്തിലേക്ക് സാമ്പത്തികത്തിൻ്റെ ഒറ്റ കാരണത്താൽ അവരെ തള്ളിവിടുമ്പോൾ ജീവിതകാലം മുഴുവൻ അവർ കണ്ണീര് കുടിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ ഒഴിവാക്കേണ്ട തെറ്റുകളാണ്. അതുമാത്രമല്ല, നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ മക്കളുമായിട്ട് താരതമ്യം ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായത്തെ അങ്ങ് പെരുപ്പിച്ച് അതങ്ങ് ഭീഷണിപ്പെടുത്തി അവരോട് നിനക്ക് ഇത്ര വയസ്സായില്ലേ, എന്നാ ചെയ്യും, ഇനി നിനക്ക് എവിടുന്ന് കിട്ടാനാ, ഈ നിലയിലേക്കുള്ളതായ രീതിയിലുള്ളതായ വാക്കുകൾ ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് കറുത്തവരായിരിക്കും, ചിലപ്പോൾ അവർ ശാരീരികമായിട്ട് വളരെ മെലിഞ്ഞവരായിരിക്കും, ചിലപ്പോൾ അവർക്ക് അമിത വണ്ണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് തലയിൽ മുടി കാണില്ല, ചിലപ്പോൾ അവർക്ക് ചില വൈകല്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നീ അങ്ങനെ, നിന്നെയൊക്കെ ആര് സ്നേഹിക്കാനാ? ഈ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മൾ ജന്മം നൽകിയ നമ്മുടെ മക്കളോട് നമ്മുടെ വാ കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു കത്തിയെടുത്ത് അവരുടെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നത് അതിനേക്കാൾ ഏറ്റവും നല്ലത്. ദയവായ മാതാപിതാക്കളെ, നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ സ്നേഹത്തോടുകൂടെ ഗർഭം ധരിച്ച് നിങ്ങൾ പ്രസവിച്ച, നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളുടെ കുഞ്ഞിനോട് അതിൻ്റെ ഭാവിക്ക് വിരോധമായൊരു വാക്ക് ഒരു കാരണവശാലും നിങ്ങൾ പറയാൻ പാടില്ല. ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള പദവിയാണ് ഈ ലോകത്ത് അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത്. ആ സ്രോതസ്സിൽ നിന്നും അവരുടെ കണ്ണ് നിറയിക്കുന്ന നിലയിലുള്ള, അവരുടെ മനസ്സ് പിടിച്ച് ഉലയ്ക്കുന്ന, അവരുടെ ആത്മവിശ്വാസം, അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കളയുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം നല്ല ഒരു പദ്ധതി എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. ഉചിതമായൊരു പങ്കാളി ദൈവത്താൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ജന്മന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഒരു സ്നേഹ സമ്മാനം തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം ഒരാളെ ഒരുക്കിയിട്ടുണ്ട്, ആ വ്യക്തിയുമായിട്ട് തന്നെ നിൻ്റെ വിവാഹം നടക്കും. ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കണ്ടേക്കുന്ന ആ വ്യക്തിയുമായിട്ട് തന്നെ നിൻ്റെ ദാമ്പത്യം ഉറയ്ക്കട്ടെ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും തയ്യാറാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വിവാഹം എന്ന് പറയുന്നത് എന്തോ കയ്പ് കഷായം കുടിക്കുന്ന പോലെയുള്ള സാഹചര്യമാണെന്നുള്ള നിലയിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. അവരുടെ ദാമ്പത്യം ആരോഗ്യകരമാണ് എന്നുള്ളതായ, അല്ലെങ്കിൽ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിൽ എൻ്റെ മാതാപിതാക്കളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതായ ഒരു കാര്യം അവർക്ക് ഉറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഈ നിലയിലുള്ളതായ തെറ്റായ വാക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല വാക്കുകളാൽ അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ എല്ലാവരും തയ്യാറാകണം. അടുത്തത്, സംഭാഷണം തുറന്നു തന്നെ ആയിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചറിയണം, നീ എന്തുകൊണ്ടാണ് കുഞ്ഞെ ഇതിന് തയ്യാറാകാത്തത്? നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന മുറിവുണ്ടോ? ഈ മുറിവുകൾ അന്വേഷിക്കുന്നതിന് പകരം നീ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ, നീ ആരെങ്കിലും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഈ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്ലീസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അത്രത്തോളം വിശ്വാസമില്ലാത്തവരായി കാണാതെ
അവരോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകൂ. എൻ്റെ വീട്ടിൽ എൻ്റെ വളരെ സ്നേഹമുള്ളൊരു ഫാമിലി ഇന്നലെ വൈകുന്നേരം എന്നോട് സംസാരിക്കാനായിട്ട് വന്നു. പിതാവും മാതാവും മോളും. അപ്പോൾ മോള് 2ാം വർഷം BSc നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അപ്പം ആ കുഞ്ഞ് വന്നിരുന്നപ്പം അവർക്ക് 14 വർഷം കഴിഞ്ഞുണ്ടായൊരു മോളാണ്. ആദ്യം ഒരു ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായി, ആ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി. അതിനുശേഷം പിന്നെയും 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ മോളെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ സ്നേഹം ആവശ്യത്തിലധികം വാരിക്കോരി കൊടുത്താണ് അവരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്നാൽ അതുമാത്രമല്ല, ആ പിതാവ് വളരെ ശ്രദ്ധാലുവായിട്ട് അമിതമായ സ്നേഹത്തിൻ്റെ പേരിൽ ആ മനുഷ്യൻ ആ കുഞ്ഞിനെ ഒരുപാട് പ്രൊവിഷൻസ് കൊടുക്കാതെ കൃത്യമായിട്ട് ജീവിതത്തിൻ്റെ ചലഞ്ചുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള നിലയിൽ ഒരു ഉത്തമ പിതാവായിട്ടാണ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം സംസാരിച്ച് വന്നപ്പം അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ കൂട്ടുകാരെ പോലെ എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കും, ഈ എല്ലാം പറയും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാം, ഞാനിവിടെ പറയുന്നുണ്ട്, ഒരു പ്രേമം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചിട്ട് വേണം അതിനൊരു യേസ് പറയാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോള് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? മോൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ പപ്പയോടും മമ്മിയോടും പറയാൻ മോൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട് പാസ്റ്റങ്ങളെ, എനിക്ക് ധൈര്യമുണ്ട്. കണ്ടോ, ഒരു കുഞ്ഞിന് അത് പറയാൻ തക്കവിധമുള്ളതായ ഒരു സാഹചര്യം സ്വന്തം കുടുംബത്തിലുണ്ടാകുമ്പോഴല്ലേ അവൾക്കൊരു ധൈര്യം ഉണ്ടാകുന്നത്. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതായ ബോധ്യം. അതിൻ്റെ പേരിൽ ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് ഒരു കുട്ടി പോയി വീഴില്ല. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അങ്ങനെയൊക്കെ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഒരു കുട്ടി പോയി അഴുക്ക് ബന്ധങ്ങളിൽ വീണു പോകുന്നതാണ്. ഒരിക്കലുമില്ല. എതിർക്കും തോറുമാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വോയിസ് ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഒരുക്കിയാൽ, അവർ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചാൽ, നിങ്ങളുടെ തലമുറകൾ എത്രത്തോളം ഗൗരവത്തോടുകൂടെ ജീവിതത്തെ കാണുന്നവരാണെന്നും എത്ര ദർശന ചിന്താഗതികളുള്ളവരാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ അവസരം കഴിഞ്ഞു പോയി. ഇനി നിനക്ക് നല്ലതൊന്നും കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ദൈവം ഏത് പ്രായത്തിലും ഏറ്റവും നല്ലതൊരുക്കുവാൻ മതിയായവനാണെന്നുള്ളതായ ബോധ്യത്തോടുകൂടെ വൈകിപ്പോയെന്ന് ഉള്ളതായ ഒരു ചിന്ത അകത്തുടലെടുക്കുമ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ഏറ്റവും നല്ലത് തന്നെ കൊണ്ടുവരുമെന്നുള്ള ഒരു നല്ല ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയണം. ഓരോ മകനും ഓരോ മകളും ദൈവത്തിൻ്റെ സമയത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ ഭാവി ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അത് പ്രാർത്ഥനയോടുകൂടെ തുറന്നു കൊടുക്കുവാനുള്ള ഒരു കൂട്ടായ്മയുടെ കൈത്താങ്ങലാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. അവർ വളർന്നിരിക്കുന്നു. അവർ പൂർണ്ണ വ്യക്തിത്വവും പൗരബോധവുമുള്ള യുവാക്കളായി യുവതികളായി മാറിയിരിക്കുന്നു. ഇനി അവരുടെ ജീവിത കാലഘട്ടമാണ്. അവർ ജീവിതത്തെ കണ്ണു തുറന്നു തന്നെ കാണട്ടെ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് കഴിയട്ടെ. തെറ്റായതിലേക്ക് പോകാതെ നല്ലതിലേക്ക് പോകുവാൻ തക്കവിധമുള്ളതായ മാതൃകാപരമായിരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അവർക്ക് നൽകുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുമിച്ച് നമ്മുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നേശുവേ, വൈകിപ്പോയിട്ടില്ല, സമയം അതിക്രമിച്ചിട്ടുമില്ല. ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും മനസ്സിലാക്കുന്ന, ഏറ്റവും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ശാന്തതയുള്ള, സമാധാനം വ്യാപിക്കുന്ന ഒരു നല്ല കുടുംബ ബന്ധത്തിലേക്ക് ഞങ്ങളുടെ തലമുറകളെ ദൈവം നയിക്കാൻ പോകുകയാൽ സ്തോത്രം. പ്രശ്നങ്ങളെ സമചിത്തതയോടും ദൈവകൃപയോടുകൂടെ കൈകാര്യം ചെയ്യുവാനുള്ള വിവേകം ആർജിച്ചവരായി, ഏത് പ്രശ്നത്തിലും ദൈവാശ്രയ ബോധത്തോടുകൂടെ പ്രശ്നങ്ങളെ നേരിടുവാനുള്ളതായ കൃപ ലഭിച്ചവരായി ഞങ്ങളുടെ തലമുറകൾ മാറട്ടെ. വഴിപഴിച്ച ബന്ധങ്ങളിലേക്കോ തെറ്റായ ഇടപാടുകളിലേക്കോ പോകാതെ നല്ലതിലേക്ക് കയറുവാൻ തക്കവിധം അവരുടെ ദർശന അവസ്ഥയെ ദൈവമേ പ്രാപ്തമാക്കണമേ. ഇന്നത്തെ ഈ ദൈവിക സന്ദേശത്തിൽ എന്നോടുകൂടെ തങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി വിടുതലുകളും മാറ്റങ്ങളും ഒരുക്കണം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നല്ലത് സംഭവിക്കും. ഏറ്റവും നല്ല വിരുന്നിലേക്ക്, ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് ദൈവം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വളർത്തി വലുതാക്കും. നല്ലതിനായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഏറ്റവും നല്ലത് തന്നെ യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിരുചികൾക്ക് അനുസൃതമായത് തന്നെ നിങ്ങൾക്ക് ഒരുക്കിത്തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സീരീസിലെ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാനിത് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ തലമുറകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളും ഇതിന് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എൻ്റെ വ്യക്തിഗതമായ പ്രാർത്ഥനയിൽ ഞാനത് ദൈവസന്നിധിയിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനാൽ എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും വലിയവനായ
കർത്താവ് യേശുവിന് മാത്രം അർപ്പിക്കുന്നു. ആമേൻ.